ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് അഹങ്കാരിയായ ആനയുടെയും മുയലിന്റെയും കഥ കേൾക്കാം. ദൂരെ മിന്നാമിന്നി കാട്ടിൽ അഹങ്കാരിയായ ഒരു ആനയുണ്ടായിരുന്നു. കാട്ടിലെ ഏറ്റവും ശക്തിമാനായ ജീവി താനാണെന്ന് അവൻ അഹങ്കരിച്ചു. അങ്ങനെ ഇരിക്കെ കാട്ടിൽ വലിയ വേനൽ വന്നു. ഒരു നദി ഒഴികെ ബാക്കി എല്ലാ നദികളും വറ്റി വരണ്ടു. മൃഗങ്ങളെല്ലാവരും ആ ഒരു നദിയിൽ നിന്നും മാത്രം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട ആനയ്ക്ക് വളരെ ദേഷ്യം വന്നു. അവൻ മറ്റു മൃഗങ്ങളോടെല്ലാം പറഞ്ഞു, ഇതെന്റെ മാത്രം നദിയാണ്. ഈ നദിയിലെ വെള്ളം എനിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. നിങ്ങൾ ആരും ഈ നദിയിൽ നിന്നും വെള്ളം കുടിക്കാനേ പാടില്ല. വെള്ളം കിട്ടാതെ മൃഗങ്ങളെല്ലാം വളരെ ദുഃഖിച്ചു. അങ്ങനെ ഇരിക്കെ മുയലച്ചന് ഒരു സൂത്രം തോന്നി. അവൻ പതിയെ പതിയെ ആനയുടെ അടുത്തെത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഗജരാജാവേ, താങ്കൾ അറിഞ്ഞോ, അടുത്ത കാട്ടിൽ നിന്നും ഒരാന നമ്മുടെ കാട്ടിലേക്കെത്തി. അവൻ നമ്മുടെ നദിയിലാണ് താമസിക്കുന്നത്. അത് കേട്ടതും ആനയ്ക്ക് വളരെ ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അവനെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞ് ആന മുയലിനോടൊപ്പം നദിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ നദിയുടെ അടുത്തെത്തി. നദിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് മുയൽ ആനയോട് പറഞ്ഞു, നോക്കൂ ഗജരാജാവേ, നദിയിലേക്ക് നോക്കൂ, അവൻ നദിയിൽ തന്നെ ഇരിപ്പുണ്ട്. നദിയിൽ തന്റെ പ്രതിബിംബം കണ്ട ആന അത് മറ്റൊരാനയാണെന്ന് കരുതി അവനെ പരാജയപ്പെടുത്തുവാൻ നദിയിലേക്ക് ചാടി. അങ്ങനെ എവിടേക്കോ ഒഴുകിപ്പോയി. കാട്ടിലെ മൃഗങ്ങളെല്ലാം നദിയിൽ നിന്ന് വെള്ളം കുടിച്ച് സന്തോഷമായി ജീവിച്ചു.